ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഈ ഭൂമിയിൽ കോടാനുകോടി ജനങ്ങൾ ജനിക്കുന്നു, മരിക്കുന്നു? ക്രൈസ്തവ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ജന്മം നൽകി ക്രൈസ്തവ വിശ്വാസം ശൈശവപ്രായത്തിൽ പഠിക്കാനുള്ള അവസരം നൽകി സ്നാനമുഖാന്തരം ക്രിസ്തുവിൻ്റെ സഭയായ ശരീരത്തോട് നമ്മളെ സംയോജിപ്പിച്ചത് എന്തിനാണ്? കർത്താവ് സ്ത്രീഹന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞ ഒരു വചനമുണ്ട്, എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് എന്താണോ തുടങ്ങി വെച്ചത് അത് തുടരാനുള്ള ദൗത്യമാണ് കർത്താവ് സ്ത്രീഹന്മാരെ ഏൽപ്പിച്ചത്. കർത്താവ് തുടങ്ങി വെച്ചത് സ്വർഗരാജ്യത്തിൻ്റെ തുടക്കമാണ്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഈ പ്രപഞ്ചത്തെ മാനവജാതിയെ മുഴുവൻ വഴി നടത്താനുള്ള വിളിയാണ് എന്നിലും നിങ്ങളിലും ഉള്ളത്. പക്ഷേ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതല്ലാതെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവോ? നമ്മൾ കർത്താവിൻ്റെ സ്ഥാനാപതികളാണ് ഈ ഭൂമിയിലെ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നമുക്കറിയാം, ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തെ പ്രതികരിക്കുന്നവരാണല്ലോ അംബാസഡേഴ്സ്. അവർ ആ രാജ്യത്തിൻ്റെ താല്പര്യമാണ് അവർ ആയിരിക്കുന്ന സ്ഥലത്ത് അവരറിയിക്കുക. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ താല്പര്യം ഈ ഭൂമിയിൽ അറിയിക്കുവാനുള്ളവരാണ് ഞാനും നിങ്ങളും. അത് നമുക്ക് സാധിക്കുന്നത് സുവിശേഷം അറിയിക്കുക എന്നതിലൂടെയാണ്. അതറിയിക്കണമെങ്കിൽ ദൈവവചനം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മിൽ വസിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. അപ്രകാരം കർത്താവിൻ്റെ സുവിശേഷീകരണത്തിന് ഭാഗവാക്കുകളാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആയതിനു വേണ്ടി ബൈബിൾ നിരന്തരം വായിക്കുകയും അതിലെ ആ സത്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഒരു സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.